ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഒരു ബേക്കറിയുടെ ഷോക്കേസിൽ വെച്ചിരിക്കുന്ന അതിസുന്ദരമായ വിവാഹ കേക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാകും. 5 നിലകൾ, മനോഹരമായ അലങ്കാരങ്ങൾ, പൂക്കളെപ്പോലെ തോന്നിക്കുന്ന അസിംഗ്, എല്ലാം അത്യന്തം പൂർണ്ണം. ആളുകൾ അതിന്റെ മുന്നിൽ നിന്ന് നോക്കും, അതിന്റെ സൗന്ദര്യം ആസ്വദിക്കും. പക്ഷേ ചിലപ്പോൾ ആ കേക്ക് യഥാർത്ഥ കേക്ക് തന്നെയല്ല. അകത്ത് ശൂന്യം, പ്രദർശനത്തിനായി മാത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നത്തെ ലോകത്ത് പല ഉൽപ്പന്നങ്ങളുടെ കവറുകളിലും ചെറിയൊരു വാചകം കാണാം: ഇമേജ് ഫോർ റെപ്രസെന്റേഷൻ ഓൺലി. പുറത്ത് കാണുന്നതും അകത്ത് ഉള്ളതും പലപ്പോഴും ഒരുപോലെയാകില്ല. ഇന്നത്തെ സുവിശേഷം അതുപോലൊരു സത്യത്തോടെയാണ് തുടങ്ങുന്നത്. യേശു ഇലകളാൽ നിറഞ്ഞ ഒരു അത്തിവൃക്ഷം കാണുന്നു. ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ അത് ആരോഗ്യമായി തോന്നി, ഫലപുഷ്ടിയുള്ളതുപോലെ തോന്നി, ജീവൻ നിറഞ്ഞതുപോലെ തോന്നി. ആ ഇലകൾ തന്നെ ഒരു വാഗ്ദാനം ചെയ്യുകയായിരുന്നു: വരൂ, ഇവിടെ ഫലമുണ്ട്. പക്ഷേ യേശു അടുത്തെത്തിയപ്പോൾ അവിടെ ഒന്നുമില്ലായിരുന്നു. ഫലം ഇല്ല, ഇലകൾ മാത്രം. സുവിശേഷം പറയുന്നു അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു എന്ന്. എന്നാൽ വിശുദ്ധ നാടിൽ അത്തിവൃക്ഷത്തിന് ഇലകൾ നിറയുമ്പോൾ ചെറിയ ആദ്യഫലങ്ങൾ കൂടെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഇലകൾ ഫലത്തിന്റെ അടയാളമായിരുന്നു. പക്ഷേ ഈ വൃക്ഷം പുറത്ത് ജീവൻ കാണിച്ചെങ്കിലും അകത്ത് ശൂന്യമായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, യേശു ഒരു വൃക്ഷത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, അവൻ നമ്മുടെ ഹൃദയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം ചിലപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതവും ഈ റെപ്രസെന്റേഷൻ ഓൺലി ആയി മാറുന്നു. പുറത്ത് നമുക്ക് മതത്തിന്റെ അടയാളങ്ങൾ ഉണ്ട്: ജപമാല, പ്രാർത്ഥന, ബൈബിൾ വാക്യങ്ങൾ, ദൈവചിത്രങ്ങൾ, ദേവാലയ സാന്നിധ്യം, ആത്മീയ വാക്കുകൾ. പക്ഷേ ദൈവം അടുത്തുവരുമ്പോൾ അവൻ നമ്മുടെ ഉള്ളിൽ എന്താണ് കാണുന്നത്? സ്നേഹമോ, കരുണയോ, ക്ഷമയോ, വിനയമോ, അനുകമ്പയോ, അല്ലെങ്കിൽ ഇലകൾ മാത്രമോ? ഒരുപക്ഷേ അവൻ കാണുന്നത് ഇങ്ങനെ ആയിരിക്കും: വിശുദ്ധ കുർബാനയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരാൾ, പക്ഷേ സ്വന്തം കുടുംബത്തിലെ ഒരാളോട് വർഷങ്ങളായി സംസാരിക്കാത്ത ഹൃദയം. ഓൺലൈനിൽ ബൈബിൾ വചനങ്ങൾ പങ്കിടുന്ന ഒരാൾ, പക്ഷേ ഉള്ളിൽ വിരോധം നിറഞ്ഞ മനസ്സ്. ഞായറാഴ്ച ആരാധനയുള്ള ജീവിതം, പക്ഷേ തിങ്കളാഴ്ച സ്നേഹമില്ലാത്ത പെരുമാറ്റം. യേശു പാപികളെ തള്ളിയിട്ടില്ല, അവൻ തകർന്നവരെ സ്വീകരിച്ചു, പരാജയപ്പെട്ടവരെ ക്ഷമിച്ചു. പക്ഷേ അവനെ ഏറ്റവും ദുഃഖിപ്പിച്ചത് കപടഭക്തിയായിരുന്നു. പുറത്ത് വിശുദ്ധിയുടെ രൂപം, അകത്ത് മാറ്റമില്ലാത്ത ഹൃദയം. അത്തിവൃക്ഷത്തെ ശപിച്ചതിന് പിന്നാലെ യേശു ദേവാലയത്തിലേക്ക് കടക്കുന്നു. അവിടെയും അവൻ കാണുന്നത് മറ്റൊരു ശൂന്യതയാണ്. ദേവാലയം പ്രാർത്ഥനയുടെ ഭവനമായിരിക്കേണ്ടത്, പക്ഷേ അത് വ്യാപാരകേന്ദ്രമായി മാറിയിരുന്നു. അതിൽ ഏറ്റവും വേദനാജനകമായത് എന്താണെന്നോ? ഇത് സംഭവിച്ചത് ജാതികൾക്കായിരുന്ന പ്രാകാരത്തിലായിരുന്നു. യഹൂദരല്ലാത്തവർക്ക് ദൈവത്തെ സമീപിക്കാനായിരുന്ന ഏക സ്ഥലം, പ്രാർത്ഥനയുടെ സ്ഥലം, വ്യാപാരത്തിന്റെ ശബ്ദത്തോടെ നിറഞ്ഞു. ആരാധനയ്ക്ക് പകരം ലാഭമോഹം വന്നു, നിശബ്ദതയ്ക്ക് പകരം കോലാഹലം വന്നു. അതുകൊണ്ടാണ് യേശു മേശകൾ മറിച്ചിരുന്നത്. കാരണം ആ ദേവാലയവും മറ്റൊരു അത്തിവൃക്ഷമായി മാറിയിരുന്നു. പുറത്ത് മനോഹരം, അകത്ത് ഫലമില്ല. ഇന്ന് യേശു നമ്മുടെ ഹൃദയത്തിന്റെ ദേവാലയത്തിലേക്കും കടക്കുന്നു. അവൻ അവിടെ എന്താണ് കാണുന്നത്? പ്രാർത്ഥനയുടെ സ്ഥലം, അല്ലെങ്കിൽ ചിന്തകളുടെയും വിഷമങ്ങളുടെയും വിപണിയോ? ഇന്ന് നമ്മുടെ ഹൃദയങ്ങൾ നിറഞ്ഞിരിക്കുന്നു ഉൾക്കുഴപ്പങ്ങൾ, താരതമ്യങ്ങൾ, വൈരാഗ്യം, അഹങ്കാരം, കോപം, ലോകത്തിന്റെ ശബ്ദം. എല്ലാറ്റിനും സമയമുണ്ട്, പക്ഷേ ദൈവത്തിനോ? ഇന്നത്തെ ലോകം പശ്ചാത്തലങ്ങൾ മാറ്റുന്നതിൽ വിദഗ്ധമാണ്. ഫോട്ടോകൾ എഡിറ്റ് ചെയ്യുന്നു, ഫിൽറ്ററുകൾ ഇടുന്നു, പുറത്തുള്ള ചിത്രം മാറ്റുന്നു. ഒരു കൊച്ചുമകൾ തന്റെ അപ്പൂപ്പന്റെ പിന്നിലെ പശ്ചാത്തലം മാറ്റി കടൽത്തീരത്ത് യോഗ ചെയ്യുന്നവനായി കാണിച്ചുവെന്നൊരു രസകരമായ കഥയുണ്ട്. യാഥാർത്ഥ്യത്തിൽ അപ്പൂപ്പൻ തന്റെ മുറിയിൽ പത്രം വായിച്ചുകൊണ്ടിരുന്നു. മാറിയത് പശ്ചാത്തലം മാത്രം, യാഥാർത്ഥ്യം മാറിയില്ല. ചിലപ്പോൾ നമ്മളും ആത്മീയമായി അങ്ങനെ തന്നെ ചെയ്യുന്നു. ഹൃദയം മാറ്റാതെ പുറംരൂപം മാത്രം മാറ്റുന്നു. പക്ഷേ യേശു പശ്ചാത്തലം നോക്കുന്നില്ല, അവൻ ഫലം അന്വേഷിക്കുന്നു. അതുകൊണ്ടാണ് യേശു പിന്നീട് പറയുന്നത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. എന്തുകൊണ്ടാണ് യേശു അപ്രതീക്ഷിതമായി വിശ്വാസത്തെയും പ്രാർത്ഥനയും ക്ഷമയും കുറിച്ച് സംസാരിക്കുന്നത്? കാരണം യഥാർത്ഥ വിശ്വാസം എപ്പോഴും ഫലം പുറപ്പെടുവിക്കും. ജീവിക്കുന്ന വിശ്വാസം ക്ഷമയായി മാറും, കരുണയായി മാറും, സ്നേഹമായി മാറും.
അത്തിവൃക്ഷം പോലെ ശൂന്യമായിരിക്കില്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കുവിൻ. ക്ഷമയില്ലായ്മ ആത്മാവിനെ ഉണങ്ങിക്കുന്നു. വൈരാഗ്യം നിറഞ്ഞ ഹൃദയം പ്രാർത്ഥനയുടെ ഭവനമാകില്ല. യഥാർത്ഥ ഫലം ഇതാണ്: ക്ഷമ, കരുണ, വിശ്വാസം, സ്നേഹം, അനുകമ്പ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ലോകം ചിത്രങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു, പ്രകടനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു, പുറത്തുള്ള ഭംഗിയാൽ നിറഞ്ഞിരിക്കുന്നു. പക്ഷേ ക്രിസ്തു അന്വേഷിക്കുന്നത് യാഥാർത്ഥ്യമാണ്. ഇലകൾ അല്ല, ഫലം. മുറിവുകൾ സുഖപ്പെടുത്തുന്ന ഫലം, ക്ഷമിക്കുന്ന ഫലം, സ്നേഹിക്കുന്ന ഫലം, സമാധാനം നൽകുന്ന ഫലം. എന്നാൽ ഈ സുവിശേഷം മുന്നറിയിപ്പ് മാത്രം അല്ല, ഇത് പ്രത്യാശയുടെ ക്ഷണവും കൂടിയാണ്. ഉണങ്ങിയ വൃക്ഷങ്ങൾക്കും വീണ്ടും ജീവൻ ലഭിക്കാം. ശൂന്യമായ ഹൃദയങ്ങൾക്കും കൃപയാൽ വീണ്ടും പൂക്കാം. യേശു മേശകൾ മറിക്കുന്നത് നമ്മെ നശിപ്പിക്കാനല്ല, ശുദ്ധീകരിക്കാനാണ്, പുതുക്കാനാണ്, വീണ്ടും ഫലമുള്ളവരാക്കാനാണ്. അതിനാൽ ഇന്ന് നമുക്ക് പശ്ചാത്തലം മാറ്റുന്നത് നിർത്താം. യേശുവിനെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ പശ്ചാത്തലമാക്കാം. യേശു നമ്മുടെ പശ്ചാത്തലമാകുമ്പോൾ നമുക്ക് അഭിനയിക്കേണ്ടതില്ല, ഒളിക്കേണ്ടതില്ല, കപടത ആവശ്യമില്ല. കാരണം ക്രിസ്തുവിൽ വേരൂന്നിയ ജീവിതം സ്വാഭാവികമായി ഫലം കായ്ക്കും. യേശു നമ്മുടെ ജീവിതത്തോട് അടുത്തുവരുമ്പോൾ ഇലകൾ മാത്രം അല്ല, സ്നേഹവും വിശ്വാസവും കരുണയും നിറഞ്ഞ ഹൃദയങ്ങൾ അവൻ കണ്ടെത്തട്ടെ. ആമേൻ.